ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികൾ തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളാണ് പരിഗണിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് നമുക്കൊപ്പം ചേരുന്നത്. ശരത് ലാലിലേക്കാണ്. ശരത്, എന്തായാലും ഏറെ കോലാഹലം ഉണ്ടാക്കിയ ഉത്തരവിലാണ് ഈ ഒരു പുനഃപരിശോധന വരുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, ഇതിനു മുൻപ് ഈ ശബരിമല യുവതീ പ്രവേശനം ആ വിഷയമൊക്കെ ഉണ്ടായ സമയത്ത് കേരളത്തിൽ എത്രമാത്രം വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. അതിന് പിന്നാലെ വന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ഫലമൊക്കെ ഏത് രീതിയിലാണ് ഈ ഫലത്തെയൊക്കെ അത് സ്വാധീനിച്ചത് എന്നുള്ളത്. അപ്പോൾ നിലവിൽ ഇത് പുനഃപരിശോധിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് എത്രമാത്രം നിർണായകമാകും സുപ്രീം കോടതിയുടെ ഈ ഒരു പുനഃപരിശോധന വിധി അല്ലെങ്കിൽ അതിലെ ഉത്തരവ് എന്നുള്ളതാണ്. അത് ഏത് രീതിയിലാണ് സുപ്രീം കോടതി പുനഃപരിശോധിക്കുന്നത്? വിവരങ്ങൾ നൽകുക. ഗുഡ് ഈവനിങ് സ്വാതി. വളരെ നിർണായകമായ കേരള രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിക്കാവുന്ന ഹർജിയാണ് നാളെ തിങ്കളാഴ്ച പരിഗണിക്കുന്നത്. കാരണം 2018 ചരിത്രപ്രസിദ്ധമെന്ന ചരിത്ര പ്രാധാന്യമുണ്ടെന്ന് നിയമവിദഗ്ധരും പുരോഗമനവാദികളൊക്കെ പ്രഖ്യാപിച്ച ഒരു വിധിയാണ് ശബരിമലയിൽ 10 മുതൽ 50 വയസ്സുള്ള സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കിക്കൊണ്ടുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. ഈ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ 2018 മുതൽ കേരളം വളരെയധികം പ്രക്ഷോഭങ്ങൾക്കും അല്ലെങ്കിൽ തർക്കങ്ങൾക്കും അനിഷ്ട സംഭവങ്ങൾക്കും ഒക്കെ സാക്ഷ്യം വഹിച്ചതാണ്. 2018 വിധി 2019 പുതിയ, അതായത് വലിയൊരു ബെഞ്ചിലേക്ക് 9 അംഗ അല്ലെങ്കിൽ ബെഞ്ചിലേക്ക് 5-ന് മുകളിലുള്ള 9 അംഗ ബെഞ്ചിലേക്ക് അല്ലെങ്കിൽ പുനഃപരിശോധനയ്ക്ക് വേണ്ടി സുപ്രീം കോടതി അയക്കുന്നത് അല്ലെങ്കിൽ മാറ്റുന്നത്. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പോഴും 2018 വിധി ഇപ്പോഴും സ്റ്റേ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ 2018 വിധി വരുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ നിലപാട് ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നതായിരുന്നു. അതനുസരിച്ചുള്ള സത്യവാങ്മൂലമാണ് ദേവസ്വം ബോർഡും സർക്കാരും അന്ന് സുപ്രീം കോടതിയിൽ വാദത്തിനിടെ ഉന്നയിച്ചതും. അതുകൊണ്ട് തന്നെ അന്ന് പുരോഗമനമായ ഒരു വിധിയായിട്ടായിരുന്നു അന്ന് CPM സർക്കാർ ഈ വിധിയെ കണ്ടത്. എന്നാൽ അത് തെരഞ്ഞെടുപ്പ് എടുത്തോടുകൂടി ഇതിൽ ജനങ്ങൾ തിരിച്ചടി ഉണ്ടാകുമെന്ന പാർട്ടി ഇതിൽ നിന്ന് മാറുകയും ശബരിമലയിൽ തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് വീടാന്തരം പറയുകയും ചെയ്തു. ഈ സാഹചര്യമൊക്കെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുനഃപരിശോധന ഹർജി ഇവിടെ പരിഗണിക്കുന്നത്. എന്ന് ദിവസം 2019 ഈ പുനഃപരിശോധന ഹർജി 9 അംഗ അല്ലെങ്കിൽ 5 അംഗത്തിൽ കൂടുതലുള്ള 9 അംഗ ജഡ്ജിമാരുടെ അല്ലെങ്കിൽ 7 അംഗ ജഡ്ജിമാരുടെ ഭരണഘടനാ ബെഞ്ചിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച ഹർജിയാണ് തിങ്കളാഴ്ച പരിഗണിക്കുന്നത്. സ്വാതി, ഈ ഹർജിയിൽ പ്രധാനമായും ഈ ഹർജി പരിഗണിക്കുന്നത് ഈ മതാനുഷ്ഠാനങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ കഴിയുമോ എന്ന വലിയ ഒരു ചോദ്യത്തിനാണ്. കാരണം ഈ നേരത്തെ 2018 സെപ്റ്റംബറിലുള്ള വിധി എന്നാൽ ഭരണഘടനയുടെ 15-ാം വകുപ്പ്, 14-ാം വകുപ്പ്, 25-ാം വകുപ്പ് എന്നീ 3 വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ്. കാരണം ഭരണഘടന ഒരു സ്ഥലത്തും വിവേചനം പാടില്ല, ലിംഗസമത്വം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യം, ഈ 3 വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് വിധി. 5 അംഗ ബെഞ്ചിൽ 4 അംഗ ജഡ്ജിമാർ സ്ത്രീ പ്രവേശനം അനുവദിച്ചത്. അതിൽ ഒരു ജഡ്ജി ഇന്ദു മൽഹോത്ര മാത്രമാണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. ഇത് കാരണം അവർ പ്രയോഗിച്ച വിയോജിപ്പ് മതപരമായ കാര്യങ്ങൾ കോടതി ഇടപെടേണ്ട കാര്യമില്ല, മതപരമായി അനീതി അല്ലെങ്കിൽ സോഷ്യൽ ഈവിൾസ്, അത് സമൂഹമായ നരബലി പോലെയുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ മാത്രം ഇടപെട്ടാൽ മതി എന്നായിരുന്നു അവരുടെ വിയോജന കുറിപ്പും. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള വിയോജന കുറിപ്പിന്റെ അടിസ്ഥാനം കൂടി പരിഗണിച്ചായിരിക്കും പുതിയ ഭരണഘടനാ ബെഞ്ച് 16-ാം തീയതി, അതായത് തിങ്കളാഴ്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അടങ്ങുന്ന 3 അംഗ ബെഞ്ച് എന്നായിരിക്കും ഈ കേസ് പരിഗണിക്കുക എന്ന് നിശ്ചയിക്കുക, അതിനുവേണ്ട ജഡ്ജിമാരെ നിശ്ചയിക്കുക. ഏതായാലും വളരെ പ്രാധാന്യമുള്ള കേസ് എന്ന് വേണം. അതുമാത്രമല്ല സ്വാതി, വളരെ പ്രധാനപ്പെട്ടത് അന്ന് ജഡ്ജിമെന്റ് പറഞ്ഞ 5 അംഗങ്ങളും ഒരാൾ മാത്രമാണ് ഇപ്പോൾ സുപ്രീം കോടതി, അതാണ് ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് എന്ന സൂര്യകാന്ത്. അന്ന് ഈ ബെഞ്ചിൽ അംഗമായിരുന്നു. അന്ന് സുപ്രീം കോടതിയിലുള്ള ജഡ്ജായിരുന്നു സൂര്യകാന്ത്. മറ്റ് ദീപക് മിശ്ര, അന്ന് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അടക്കം വിരമിച്ചു കഴിഞ്ഞു. വളരെയധികം വിവാദങ്ങൾക്ക് ഇടപെടുകിയ ഈ വിധിയിൽ ഇതിൽ പുനഃപരിശോധന ഹർജിയിൽ മറ്റു റിലീജിയൻസ്, മറ്റു മത സംഘടനകളും മത അധീശന്മാരും ചേർന്നിട്ടുണ്ട്. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കേണ്ടി വരും ഈ വിധി ഉണ്ടാൽ എന്നുകൊണ്ട് മുസ്ലിം ലോ ബോർഡിനെ അനുകൂലിക്കുന്ന മുസ്ലിം സംഘടനകളും ഈ പുനഃപരിശോധന ഹർജിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ഏതായാലും അതുകൊണ്ട് തന്നെ ഈ തിങ്കളാഴ്ചത്തെ കോടതി നടപടികൾ കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാണ്. അല്ലേ തന്നെ ശബരിമലയെ സ്വർണ്ണക്കൊള്ളയും
കോടതിയുടെയും മറ്റും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ നേരത്തെയുള്ള ഏറ്റവും വിവാദമായ സ്ത്രീ പ്രവേശനം കൂടി സുപ്രീം കോടതിയിൽ വീണ്ടും പരിഗണനക്കെടുക്കുമ്പോൾ അത് പുതിയ വിവാദത്തിലെത്തുന്നു. അവിടെ LDF സർക്കാരിൻ്റെ പുതിയ നിലപാട് എന്തായിരിക്കും, പിണറായി വിജയൻ സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെടും. കാരണം കഴിഞ്ഞ വിധിയുള്ള സമയത്ത് കേരള സർക്കാരിൻ്റെ നിലപാട് യുവതീ പ്രവേശനത്തിന് അനുകൂലിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് നിലപാടും ആ രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുതിയ പുനഃപരിശോധന ഹർജി പരിഗണനയ്ക്ക് വരുമ്പോൾ 2018 മുമ്പെടുത്ത അതേ സ്റ്റാൻഡ് തന്നെയായിരിക്കുമോ ഇടതുപക്ഷ സർക്കാർ എടുക്കുക എന്ന് നമുക്ക് കണ്ടറിയണം. നിലവിലുള്ള സാഹചര്യത്തിൽ എടുക്കാൻ സാധ്യതയില്ല എന്ന് വേണം പറയാൻ. കാരണം CPM പോലും മറ്റും നേരത്തെയുള്ള നിലപാടെന്ന് പിറകോട്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പുനഃപരിശോധന ഹർജിയിൽ സർക്കാരിൻ്റെ നിലപാട് നിർണായകമായിരിക്കും. സ്വാതി.